പാലക്കാട് നഗരസഭ പോലെ തന്നെ ശ്രദ്ധാകേന്ദ്രമാണ് പട്ടാമ്പിയും. V4 പട്ടാമ്പി എന്ന പേരിൽ കോൺഗ്രസ് വിമതന്മാർ നടത്തിയ നീക്കത്തിലൂടെ കഴിഞ്ഞ തവണ UDFന് ഭരണം പോയ നഗരസഭയാണ് പട്ടാമ്പി. V4 പട്ടാമ്പി നേതാവ് TP ഷാജി കോൺഗ്രസിൽ തിരികെ എത്തിയത് കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്നു. ഇതൊന്നും തങ്ങളുടെ വിജയത്തെ ബാധിക്കില്ലെന്ന് ഇടതുമുന്നണിയും പറയുന്നു. രണ്ടായിരത്തി 2020 ഡിവിഷനുകളായിരുന്നു പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്നത്. അതിൽ 10 എണ്ണത്തിൽ LDF വിജയിച്ചു. 7 സീറ്റിൽ മുസ്ലിം ലീഗും 4 എണ്ണത്തിൽ കോൺഗ്രസും എന്ന നിലയിൽ 11 ഇടത്ത് UDF, 1 സീറ്റിൽ BJP. ബാക്കിയുള്ള 6 സീറ്റിൽ വിജയിച്ചത് കോൺഗ്രസ് വിമതരായി മത്സരിച്ച V4 പട്ടാമ്പിയായിരുന്നു. സീറ്റ് നൽകാത്തതിനെ തുടർന്നാണ് KPCC മുൻ അംഗമായിരുന്ന TP ഷാജിയും സംഘവും കോൺഗ്രസുമായി പിണങ്ങി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. V4 പട്ടാമ്പി എന്ന സംഘടനയുടെ ലേബലിലായിരുന്നു മത്സരം. നിരുപാധിക പിന്തുണയുമായി ഇടതുപക്ഷം V4 പട്ടാമ്പിക്കും TP ഷാജിക്കും ഒപ്പം നിന്നു. ഫലം വന്നപ്പോൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ UDFന് ഭരണം നഷ്ടമായി. ഇടതുമുന്നണിക്കൊപ്പം നിന്ന TP ഷാജി പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർപേഴ്സണുമായി. നഗരസഭയിൽ LDF 5 വർഷം പൂർത്തിയാക്കി. വൈസ് ചെയർപേഴ്സണായി TP ഷാജിയും. ഇപ്പോഴും സംഘടനാശേഷിയുള്ള TP ഷാജിയെയും V4 പട്ടാമ്പിയെയും അപ്പുറം നിർത്തുന്നത് അപകടമാണെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞു. ചർച്ച നടത്താൻ VK ശ്രീകണ്ഠൻ MPയെ ചുമതലപ്പെടുത്തി. ശ്രീകണ്ഠൻ MPയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് TP ഷാജി തിരികെ എത്തി. കോൺഗ്രസിലേക്ക് ആര് വരുന്നതെന്ന് സ്വീകരിക്കുമല്ലോ. കോൺഗ്രസ് മറ്റു പാർട്ടിയിൽ വിശ്വാസമില്ലാതെ നല്ല ധാരാളം പ്രവർത്തകരും നേതാക്കന്മാരും കോൺഗ്രസിലേക്ക് വരുമ്പോൾ നല്ലവരാകുമ്പോൾ 100% സ്വീകരിക്കും. V4 പട്ടാമ്പി നേരത്തെ കോൺഗ്രസ് ആയിരുന്നുവെന്നും അവരുടെ തിരിച്ചുപോക്ക് ഇടതുമുന്നണിക്ക് വെല്ലുവിളിയാകില്ലെന്നുമാണ് ജില്ലയിലെ CPM നേതൃത്വം പറയുന്നത്. V4 പട്ടാമ്പി നേരത്തെ കോൺഗ്രസ് ആയിരുന്നല്ലോ, അത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അവർ വീണ്ടും കോൺഗ്രസ് ആയി എന്നുള്ളൂ, വീണ്ടും കോൺഗ്രസ് ആയി. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയൊരു നഷ്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനം വരെ TP ഷാജിക്ക് വാഗ്ദാനം ചെയ്തതായാണ് അറിവ്. എന്നാൽ TP ഷാജി അതിനുമപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ സീറ്റ് വരെ ആഗ്രഹിക്കുന്നു. പട്ടാമ്പി CPIയുടെ സീറ്റാണ്. CPMനൊപ്പം നിന്നാൽ അവിടെ ഒരു പ്രതീക്ഷയ്ക്ക് പോലും വകയില്ല. തിരികെ UDFലേക്ക് വരികയാണെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. രാജീവ് സുദേവിനൊപ്പം ഗോകുൽ K വേണുഗോപാൽ, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.